മലങ്കര കാത്തലിക് ടിവിയുടെ കാറ്റക്കേസിസ് എന്ന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 3 എപ്പിസോഡുകളായി തിരുസഭാ ചരിത്രത്തിൻ്റെ 2 യുഗങ്ങളാണ് നാം കണ്ടത്. ആദ്യത്തേത് ആദിമയുഗം, മധ്യയുഗം എന്നിവ നമ്മൾ കാണുകയും പഠിക്കുകയും ചെയ്തു. ഇന്നത്തെ എപ്പിസോഡിൽ ആധുനിക യുഗത്തെക്കുറിച്ചും സമകാലിക യുഗത്തെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആധുനിക യുഗം 1517 മുതൽ 1961 വരെയുള്ള കാലഘട്ടമാണ് ആധുനിക യുഗത്തിൽ ഉൾപ്പെടുന്നത്. പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം മുതൽ ഒന്നാം വത്തിക്കാൻ സുനകദോസ് വരെയുള്ള കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ പ്രധാനമായും പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവം, പ്രൊട്ടസ്റ്റൻ്റ് നവീകരണം, ആംഗ്ലിക്കൻ സഭയുടെ ഉത്ഭവം, ഫ്രഞ്ച് വിപ്ലവം, പാപ്പാസ്ഥാനവും ലിബറലിസവും, മാർപ്പാപ്പമാരുടെ ചരിത്രം, സാർവത്രിക സുനകദോസുകൾ എന്നിവയാണ്. രണ്ടാമതായി സമകാലിക യുഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാം വത്തിക്കാൻ സുനകദോസും അതിനുശേഷം ഇന്ന് വരെയുള്ള പൊതുവായ സഭാചരിത്രത്തിൻ്റെ ഒരു പഠനമാണ്. ആദിമ യുഗത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവമാണ്. 8-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള സഭയുടെ കാലഘട്ടം ഇരുളടഞ്ഞ കാലഘട്ടമായി കരുതപ്പെടുന്നു. 14-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ 16-ാം നൂറ്റാണ്ടിൻ്റെ മധ്യഭാഗം വരെയുള്ള കാലഘട്ടം നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. പക്ഷേ ഈ കാലത്ത് ആത്മീയ തലത്തിൽ വേണ്ട വിധത്തിലുള്ള ഒരു നവീകരണവും സംഭവിച്ചില്ല. സഭയിൽ വളരെയധികം അഴിമതികളും ദുരാചാരങ്ങളും കടന്നുകൂടിയതുകൊണ്ട് മൗലികമായൊരു നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ജൂലിയൻ രണ്ടാമൻ മാർപ്പാപ്പ ലാറ്ററൻ കൗൺസിൽ വിളിച്ചുകൂട്ടി. എന്നാൽ ലക്ഷ്യം പ്രാപിക്കാതെ കൗൺസിൽ ദയനീയമായി പരാജയപ്പെട്ടു. ഈ പരാജയം പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിലേക്കും സഭയുടെ പിളർപ്പിലേക്കും വഴിതെളിച്ചു. 1529 ജർമ്മനിയിലെ സ്പെയറിൽ വെച്ച് നടന്ന സഭയ്ക്കെതിരെ നടന്ന പ്രതിഷേധത്തോടെയാണ് പ്രൊട്ടസ്റ്റൻ്റ് എന്ന പദം നിലവിൽ വന്നത്. പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ പലതാണ്. ഒന്നാമതായി സഭാപരമായും സാമൂഹ്യപരമായുമുള്ള കാരണങ്ങൾ. മധ്യയുഗ സഭയുടെ നിലവാരമില്ലാത്ത ദൈവശാസ്ത്രം, ആരാധന രീതികൾ, സഭാ നേതൃത്വത്തിൻ്റെ അജ്ഞത, സഭാഭരണ സ്വജനപക്ഷപാതം, ആരാധനാക്രമത്തിലെ സങ്കീർണതകൾ തുടങ്ങിയവയെല്ലാം അതിൽ ഉൾപ്പെടും. ഇവയ്ക്ക് പുറമെ സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ, ദേശീയ ബോധം, ഏകാധിപതികളുടെ വർദ്ധിച്ചു വന്ന അധികാരശക്തി, നവോത്ഥാന ഫലമുണ്ടായ ബൗദ്ധിക വികാസം എന്നിവയെല്ലാം പരോക്ഷമായെങ്കിലും ലൂതറൻ നവീകരണങ്ങൾക്കും പ്രചോദനമായി. മറ്റൊരു കാരണമെന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ബൈബിളിൻ്റെ സ്വാധീനമാണ്. ലൂതറിന് മുമ്പ് തന്നെ വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലുള്ള ശ്രമങ്ങൾ കുറെയെല്ലാം നടന്നിരുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ലത്തീൻ വിവർത്തനമായ വുൾഗേറ്റിന് പുറമെ പല പ്രാദേശിക ഭാഷകളിലും ബൈബിൾ വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു. വിവിധ തരത്തിലുള്ള വായനയും വ്യാഖ്യാനവും പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചു. സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് വിശുദ്ധ ലിഖിത പഠനത്തിന് വേണ്ടത്ര പ്രോത്സാഹനം നൽകിയിരുന്നില്ല. അതോടൊപ്പം തന്നെ അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം ബൈബിളിൻ്റെ വായനയ്ക്കും പഠനത്തിനും അതോടൊപ്പം തന്നെ പ്രൊട്ടസ്റ്റൻ്റ് ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇടയാക്കി. മറ്റൊരു കാര്യം എന്നുള്ളത് വികലമായ ആരാധനാക്രമമായിരുന്നു. ആരാധനയുടെ ലക്ഷ്യത്തെയും അന്തസ്സത്തെയും അവഗണിച്ചുകൊണ്ട് ആചാരങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകിയ ഒരു കാലഘട്ടമായിരുന്നു അത്. ആരാധനയുടെ അർത്ഥവും അറിവും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനോ അത് വേണ്ട വിധത്തിൽ പ്രോത്സാഹിപ്പിക്കാനോ ആരും മെനക്കെട്ടില്ല. സ്വർഗത്തിൽ പോകാൻ കുറുക്കു വഴികൾ അന്വേഷിക്കുകയായിരുന്നു. ആളുകൾ അതിനു പറ്റിയ ഭക്തി അഭ്യാസങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. വൈകാരികമായ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി. അങ്ങനെ കൂദാശകൾ വെറും അനുഷ്ഠാനങ്ങളായി അധപ്പതിച്ചു.
ഇവയ്ക്കെല്ലാം പുറമെ സഭാ നേതൃത്വത്തിൻ്റെ പാകപ്പിഴകൾ, റോമൻ കൂരിയായിലെ അഴിമതികൾ, മെത്രാന്മാരുടെയും വൈദികരുടെയും അൽമാരുടെയും ജീവിത ശൈലി തുടങ്ങിയവയെല്ലാം ലൂഥറൻ നവീകരണത്തിൻ്റെ ആഴം വർദ്ധിപ്പിച്ചു. അന്ന് ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന ഹ്യൂമനിസ്റ്റ് ചിന്താഗതികൾ, പുതിയ തത്വശാസ്ത്ര ചിന്താ രീതികളും നവീകരണ പ്രസ്ഥാനത്തെ ഒട്ടേറെ സഹായിച്ചു. പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തോടെ കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ച് യൂറോപ്പിൽ പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ രൂപപ്പെട്ടു. ഈ പിളർപ്പിന് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു മാർട്ടിൻ ലൂഥർ. ഇനി നമ്മൾ കാണുന്നത് ആരാണ് മാർട്ടിൻ ലൂഥർ, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രൊട്ടസ്റ്റൻ്റ് വിപ്ലവത്തിലേക്കും മാറ്റങ്ങളിലേക്കും നയിച്ചത് എന്നാണ്. 1483 ജർമ്മനിയിലെ തുറിഞ്ചിയ ഗ്രാമത്തിൽ മാർട്ടിൻ ലൂഥർ ജനിച്ചു. ഹാൻസ് ലൂഥറും മാർഗ്രറ്റുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. 1505 മാസ്റ്റർ ബിരുദം നേടിയ ശേഷം അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേരുകയും 1507 വൈദികനാകുകയും ചെയ്തു. ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം വിറ്റൻബർഗ് സർവകലാശാലയിൽ 1512 വിശുദ്ധ ഗ്രന്ഥ അധ്യാപകനായി നിയമിക്കപ്പെട്ടു. അക്കാലത്ത് അദ്ദേഹം സ്വന്തമായൊരു ദൈവശാസ്ത്രത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു. ആത്മരക്ഷയെ പ്രതിയുള്ള അമിതമായ ഒരു ആന്തരിക സംഘർഷം അനുഭവിച്ച വ്യക്തിയായിരുന്നു മാർട്ടിൻ ലൂഥർ. ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുള്ള ചിന്ത അദ്ദേഹത്തിന് ഭീതി ജനിപ്പിച്ചു. റോമാക്കാർക്കുള്ള ലേഖനത്തെപ്പറ്റി വിശദമായി പഠിച്ച ശേഷം അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി. ദൈവം ക്രൂരനായ ന്യായാധിപനല്ലെന്നും നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുന്നുവെന്നും എന്നുമുള്ള ചിന്ത അദ്ദേഹത്തിന് വലിയ ആശ്വാസം നൽകി. അതുപോലെ നിയമാനുഷ്ഠാനം കൂടാതെ തന്നെ വിശ്വാസത്താൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നു എന്ന ചിന്തയിൽ നിന്നും അദ്ദേഹം സ്വീകരിച്ച നിഗമനങ്ങളിലാണ് തെറ്റുപറ്റിയത്. ദൈവത്തിലുള്ള വിശ്വാസം മാത്രമാണ് നീതീകരണത്തിനും രക്ഷയ്ക്കും പാപമോചനത്തിനും അടിസ്ഥാനമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. മനുഷ്യൻ്റെ പ്രവൃത്തികൾ രക്ഷ നേടി കൊടുക്കാനാകില്ല. ഇതിനെ സാധൂകരിക്കാൻ മാർപ്പാപ്പയുടെ അധികാരത്തെ അദ്ദേഹം നിഷേധിച്ചു. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ബൈബിൾ മാത്രമാണ്. അത് ആർക്കും വ്യാഖ്യാനിക്കാം, ആർക്കും പഠിപ്പിക്കാം. മധ്യസ്ഥം വഹിക്കാൻ പുരോഹിതർ ആവശ്യമില്ല. മാമോദീസായും കുർബാനയും മാത്രമേ കൂദാശകളായിട്ടുള്ളൂ. ഇപ്രകാരം ക്രിസ്തുമതത്തെ ബൈബിൾ മാത്രമായി ചുരുക്കി. സഭയുടെ ആദ്യകാലം മുതൽ 16-ാം നൂറ്റാണ്ട് വരെ സഭ പവിത്രമായി കരുതിയിരുന്ന കൂദാശകൾ, പ്രത്യേകിച്ച് പൗരോഹിത്യം, പാരമ്പര്യങ്ങൾ, സഭാ അധികാരം എന്നിവയെല്ലാം ലൂഥർ നിഷേധിച്ചു. ലൂഥർ നവീകരണത്തിന് പശ്ചാത്തലമൊരുക്കിയ ഘടകങ്ങൾ പലതാണെങ്കിലും പെട്ടെന്നുള്ള കാരണം ദണ്ഡ വിമോചനത്തെ പറ്റിയുള്ള വിവാദങ്ങളാണ്. എന്താണ് ദണ്ഡ വിമോചനം? പാപം ചെയ്ത ഒരു വ്യക്തി കുമ്പസാരം വഴി പാപമോചനം നേടിയാലും പാപത്തിൻ്റെ ഫലമായ താൽക്കാലിക ശിക്ഷയിൽ നിന്നും മോചനം കിട്ടുവാൻ ഈ ജീവിതത്തിലോ മരണാനന്തരം ശുദ്ധീകരണ സ്ഥലത്തിലോ പരിഹാരം അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തി പശ്ചാത്താപത്തോടും നല്ല ഒരുക്കത്തോടും കൂടി സഭ നിർദ്ദേശിക്കുന്ന പരിഹാര പ്രവർത്തികൾ ചെയ്യുമ്പോൾ താൽക്കാലിക ശിക്ഷയ്ക്കുള്ള മോചനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു. ദൈവം നൽകുന്ന ഈ മോചനത്തെയാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത്. ഈ ദണ്ഡവിമോചനം നൽകുവാനുള്ള അധികാരം സഭയ്ക്കുണ്ട്. ഒരു വ്യക്തിക്ക് പരിഹാര പ്രവൃത്തി വഴി പാപമോചനം ലഭിക്കുന്നു. അതുപോലെ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളെ പ്രതി പരിഹാരം ചെയ്യുമ്പോൾ അവർക്കും മോചനം ലഭിക്കുന്നു. ഇതായിരുന്നു ദണ്ഡവിമോചനത്തെ പറ്റിയുള്ള സഭയുടെ പഠിപ്പിക്കൽ. റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബെസലിക്കായുടെ പണി പെട്ടെന്ന് പൂർത്തിയാക്കുവാൻ സംഭാവന ചെയ്യുന്നത് വഴി ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് 1510 ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പയും 1513 ലയോ 10 മാർപ്പാപ്പയും പ്രഖ്യാപിച്ചു. ഈ കാര്യം ജർമ്മനിയിലുള്ള രൂപതകളിൽ പ്രസംഗിക്കുവാനായി ഡൊമിനിക്കൻ സന്യാസിമാരെ ഏൽപ്പിച്ചു. ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നതിനായി
ദണ്ഡവിമോചനത്തിൻ്റെ ശക്തി, ഫലം എന്നീ കാര്യങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ചത് അതിൻ്റെ അതിവർണ്ണനയും തെറ്റിദ്ധാരണകൾക്കും ഇടയാകുന്ന വിധത്തിലായിരുന്നു. ഈ പ്രസംഗം ശ്രവിച്ച മാർട്ടിൻ ലൂതർ രോഷാകുലനാകുകയും അവിടുത്തെ ആർച്ച് ബിഷപ്പ് ആൽബ്രട്ടിന് 1517 കത്തയക്കുകയും ചെയ്തു. ദണ്ഡവിമോചനം, ശുദ്ധീകരണ സ്ഥലം, പ്രായശ്ചിത്തം, മാർപ്പാപ്പയുടെ പരമാധികാരം എന്നിവയെ ചോദ്യം ചെയ്ത് 95 പ്രമേയങ്ങൾ അടങ്ങിയ ഒരു പത്രിക അദ്ദേഹം തയ്യാറാക്കി. 1517 ഒക്ടോബർ 31 വിറ്റൻബർഗ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ വാതിലിൽ അത് പതിച്ചു. ഇതോടെ ലൂതർ കത്തോലിക്ക സഭയുമായി ഉള്ള തുറന്ന സംഘട്ടനത്തിന് വഴിതെളിച്ചു. എന്തായിരുന്നു ലൂതറിൻ്റെ സിദ്ധാന്തങ്ങൾ അല്ലെങ്കിൽ തെറ്റായ പഠിപ്പിക്കലുകൾ? 1500 വർഷക്കാലം അപ്പസ്തോലിക സഭകൾ പഠിപ്പിച്ച അടിസ്ഥാന വിശ്വാസ സത്യങ്ങളെ നിഷേധിക്കുവാനായിരുന്നു ലൂതറിൻ്റെ പഠിപ്പിക്കലുകൾ. 5 സോളാസ്, 5 കാര്യങ്ങൾ ലൂതറിൻ്റെ ചിന്തകൾ എന്നറിയപ്പെടുന്നു. സോള എന്ന ലത്തീൻ പദത്തിൻ്റെ അർത്ഥം എലോൺ, മാത്രം അല്ലെങ്കിൽ തനിച്ച് എന്നാണ്. 5 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു ലൂതറിൻ്റെ സിദ്ധാന്തങ്ങൾ. ഒന്നാമത്തേത് സോള ഗ്രാസിയ, ഗ്രേസ് എലോൺ, കൃപ മാത്രം. ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നതും രക്ഷിക്കപ്പെടുന്നതും ഒരു വ്യക്തിക്ക് പാപമോചനം ലഭിക്കുന്നതും ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. അതിന് മനുഷ്യൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രവൃത്തിയുടെയും ആവശ്യമില്ല. രണ്ടാമത്തേത് സോള ഫീദെ, ഫെയ്ത്ത് എലോൺ, വിശ്വാസം മാത്രം. ഒരു വ്യക്തിയുടെ നീതീകരണത്തിനും രക്ഷയ്ക്കും പാപമോചനത്തിനും ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് അടിസ്ഥാനമെന്നും ആ കൃപയ്ക്ക് വിശ്വാസം മാത്രം മതിയെന്നും പഠിപ്പിച്ചു. ഇതിലൂടെ കൂദാശകളെ, പ്രത്യേകിച്ച് കുമ്പസാരത്തെ, നന്മ പ്രവൃത്തികളെയെല്ലാം തന്നെ ലൂതർ തള്ളിപ്പറഞ്ഞു. മൂന്നാമത്തത് സോള ക്രിസ്തോ, ക്രൈസ്റ്റ് എലോൺ, ക്രിസ്തു മാത്രം. കൃപ ലഭിക്കുന്നതിന് യേശുവിൽ കൂടി മാത്രമാണെന്നും യേശു മാത്രമാണ് ഏക മധ്യസ്ഥനെന്നും ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഏക മധ്യസ്ഥൻ യേശു മാത്രമാണെന്നും പുരോഹിതനും സഭയും ഒന്നും യേശുവിനും വിശ്വാസിക്കും ഇടയിൽ ഇല്ല എന്നും ലൂതർ പഠിപ്പിച്ചു. ഇതിലൂടെ അപ്പസ്തോലിക അധികാരത്തെ തള്ളിപ്പറയുകയും പൗരോഹിത്യത്തെ നിരാകരിക്കുകയും ചെയ്തു. നാലാമത്തതായി സോളി ദിയോ ഗ്ലോറിയ, ഗ്ലോറി ടു ഗോഡ് എലോൺ, മഹത്വം ദൈവത്തിന് മാത്രം. മഹത്വം ദൈവത്തിന് മാത്രം അർഹതപ്പെട്ടതാണ്. അതിനാൽ മനുഷ്യ വ്യക്തികളെ അവരുടെ വിശുദ്ധിയുടെ പേരിലും നല്ല പ്രവൃത്തിയുടെ പേരിലും ഉയർത്തിക്കാട്ടുന്നതും ബഹുമാനിക്കുന്നതും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യ വ്യക്തികൾക്കായി പങ്കുവയ്ക്കുന്നു എന്നതായിരുന്നു ലൂതറിൻ്റെ വാദം. അതുകൊണ്ട് വിശുദ്ധ ദൈവമാതാവിനോടും വിശുദ്ധരോടുമുള്ള വണക്കത്തിന് എതിരായിരുന്നു ഈ പഠിപ്പിക്കൽ. അഞ്ചാമത്തേതായി സോള സ്ക്രിപ്തൂര, ബൈബിൾ എലോൺ, ബൈബിൾ മാത്രം. മുകളിൽ പറഞ്ഞ 4 പ്രമാണങ്ങളുടെയും മറ്റു വിശ്വാസ പ്രമാണങ്ങളുടെയും അടിസ്ഥാനം ബൈബിൾ മാത്രമാണ്. വിശുദ്ധ പാരമ്പര്യമോ സഭയുടെ പ്രബോധന അധികാരമോ ആവശ്യമില്ല. ബൈബിൾ മാത്രമാണ് അടിസ്ഥാനമെന്ന ചിന്തയിൽ നിന്നും ബൈബിൾ പരമാധികാരം, ബൈബിളിൻ്റെ ആധികാരികത, ബൈബിളിൻ്റെ പര്യാപ്തത എന്നിവ അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. വിശുദ്ധ പാരമ്പര്യങ്ങളെയും വിശുദ്ധ ഗ്രന്ഥത്തെയും സഭയുടെ പ്രബോധന അധികാരത്തെയും ഒന്നിച്ചു കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കലിന് വിപരീതമായി ബൈബിൾ മാത്രം മതി എന്ന പ്രമാണത്തിൽ അധിഷ്ഠിതമായി കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യങ്ങളെയും ആചാരങ്ങളെയും നിരാകരിക്കാനും കത്തോലിക്ക സഭയെ തള്ളിപ്പറയാനും ലൂതർ ഇറങ്ങിത്തിരിച്ചു. സഭയ്ക്കല്ല ബൈബിളിനാണ് അധികാരമെന്ന് പഠിപ്പിക്കാൻ ആരംഭിച്ചു. അപ്രകാരം അപ്പോസ്തോലിക പിന്തുടർച്ചയും മാർപ്പാപ്പയുടെ അധികാരത്തെയും ലൂതർ തള്ളിക്കളഞ്ഞു. 7 കൂദാശകളിൽ മാമോദീസായും തിരുവത്താഴവും മാത്രം അംഗീകരിച്ച് 5 കൂദാശകളെ തള്ളിപ്പറഞ്ഞു. ചുരുക്കത്തിൽ നീതീകരണത്തിനും രക്ഷയ്ക്കും പാപമോചനത്തിനും കൃപ മാത്രം മതി, കൃപയ്ക്ക് വിശ്വാസം മാത്രം മതി, മഹത്വം ദൈവത്തിന് മാത്രം മതി, എല്ലാ വിശ്വാസ സത്യങ്ങളുടെയും അടിസ്ഥാനത്തിന് ബൈബിൾ മാത്രം മതി എന്നീ 5 അടിസ്ഥാനങ്ങളിൽ നിന്നാണ് ലൂതർ തൻ്റെ അബദ്ധോപദേശത്തെ പണിതുയർത്തിയത്.
ലൂതറിൻ്റെ സ്വാധീനശക്തി വർദ്ധിച്ചു വന്നതോടെ അദ്ദേഹവുമായി അനുരഞ്ജനത്തിലേർപ്പെടാൻ സഭാ നേതൃത്വം തയ്യാറായി. ലൂതറുമായി ചർച്ച നടത്തുവാൻ പലരെയും നിയോഗിച്ചു. അവസാനം ലയോ 10 മാർപ്പാപ്പ ലൂതറിൻ്റെ 95 പ്രമേയങ്ങളെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ട് 1520 ജൂൺ 15 അദ്ദേഹത്തിന് കത്തയച്ചു. എന്നാൽ അതിന് മറുപടി നൽകുന്നതിന് പകരം പ്രസ്തുത കൽപ്പനയും കാനൻ നിയമപുസ്തകവും വലിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ ലൂതർ കത്തിച്ചു. ഇതേ തുടർന്ന് 1521 ജനുവരി 3 ലൂതർ സഭാഭ്രഷ്ടനാക്കപ്പെട്ടു. ആരംഭത്തിൽ സഭയെ നവീകരിക്കാൻ ആഗ്രഹിച്ച ലൂതറിൻ്റെ ചിന്തകൾ സഭയുടെ പിളർപ്പിലേക്കും പ്രൊട്ടസ്റ്റന്റ് സഭയുടെ അഥവാ ലൂതറൻ സഭയുടെ രൂപീകരണത്തിലേക്കും നയിച്ചു. ജർമ്മനിയിൽ ആരംഭിച്ച പ്രൊട്ടസ്റ്റന്റ് നവീകരണ പ്രസ്ഥാനം ജർമ്മനിക്ക് പുറത്തേക്ക് വ്യാപിച്ചു. ഫ്രാൻസിൽ ജോൺ കാൽവിനും സ്വിറ്റ്സർലൻഡിൽ സ്വിംഗ്ലിയും ഇതിന് നേതൃത്വം നൽകി. ഇനി നമ്മൾ കാണുന്നത് ആംഗ്ലിക്കൻ സഭ അഥവാ ഇംഗ്ലണ്ടിലെ സഭയുടെ പിളർപ്പ്. ഇംഗ്ലണ്ടിൽ കത്തോലിക്ക സഭയുമായിട്ടുള്ള എതിർപ്പ് വൈക്ലിഫിൻ്റെ കാലം മുതൽ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെ കത്തോലിക്ക സഭയിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിച്ചത് ഹെൻറി 8 രാജാവിൻ്റെ കാലത്താണ്. രാജാവ് തൻ്റെ ഭാര്യ കാതറിനുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്തി ആനിബോൾ എന്ന സ്ത്രീയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. കാതറിനുമായിട്ടുള്ള വിവാഹ ബന്ധത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സഭയെ സമീപിച്ചു. എന്നാൽ ഈ ആവശ്യം മാർപ്പാപ്പ നിരസിച്ചതോടെ രാജാവ് ആനിബോളിനെ പരസ്യമായി വിവാഹം ചെയ്തു. മാർപ്പാപ്പ ഈ വിവാഹത്തെ എതിർക്കുകയും ആദ്യ ഭാര്യ ജീവിച്ചിരിക്കെ ആനിബോളിനെ വിവാഹം ചെയ്ത ഹെൻറി 8 സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. റോമിൻ്റെ ഈ നടപടിയിൽ അതൃപ്തനായ ഹെൻറി 8 1534 പാർലമെൻറ്റ് വിളിച്ചുകൂട്ടുകയും പരമാധികാര നിയമം പാസാക്കുകയും ചെയ്തു. ഇംഗ്ലണ്ടിലെ സഭയുടെ പരമാധികാരം രാജാവിൽ നിക്ഷിപ്തമാക്കുകയും ഒരു സ്വതന്ത്ര ദേശീയ സഭയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. രാജാവിൻ്റെ നിയമങ്ങൾ അനുസരിക്കാത്തവർക്ക് ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നു. അനേകം കത്തോലിക്കർ പീഡനത്തിന് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. ജോൺ ഫിഷൻ എന്ന മെത്രാനും രാജാവിൻ്റെ ചാൻസലറുമായ തോമസ് മൂറും വധിക്കപ്പെട്ടു. ഇങ്ങനെ ഹെൻറി 8 വിവാഹ പ്രശ്നത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ രൂപം കൊണ്ട സഭയാണ് ആംഗ്ലിക്കൻ സഭ. ഇങ്ങനെ 16-ാം നൂറ്റാണ്ടിൽ വലിയ വിപ്ലവങ്ങളും വലിയ പ്രശ്നങ്ങളും സഭയ്ക്ക് നേരിടേണ്ടി വന്നു. 16-ാം നൂറ്റാണ്ടിൽ വലിയ ഒരു നവീകരണം ആവശ്യമുണ്ടെന്ന് സഭാപിതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടു. 16-ാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ സഭയിലുണ്ടായ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം പിൽക്കാലത്ത് സഭയ്ക്ക് നേരിടേണ്ടി വന്ന ഒരു വലിയ പ്രതിസന്ധിയായി വളർന്നു വ്യാപിച്ചു. പാശ്ചാത്യ ലോകത്തെ സഭാ നവീകരണം ആത്യന്തികമായി കൈവന്നത് ചരിത്രപ്രസിദ്ധമായ തെന്ത്രോസ് സാർവത്രിക സുനകദോസിലൂടെയാണ്. സഭയിൽ പല പുതിയ നവീകരണങ്ങളും ചലനങ്ങളും സൃഷ്ടിക്കാൻ ഈ കൗൺസിലിന് സാധിച്ചു. തെന്ത്രോസ് സുനകദോസ് നവീകരണ ആശയങ്ങളെ നേരിടുവാൻ ഒരു സുനകദോസ് കൂടണമെന്ന് ക്ലെമന്റ് 7 മാർപ്പാപ്പ തീരുമാനിച്ചു. എന്നാൽ ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള യുദ്ധ കാരണം സുനകദോസ് നടന്നില്ല. പിന്നീട് പോൾ 3 മാർപ്പാപ്പ നവീകരണം ലക്ഷ്യമാക്കി വിശുദ്ധിയിലും വിജ്ഞാനത്തിനും മുൻപന്തിയിൽ നിന്ന കർദ്ദിനാൾമാരെ ഉൾപ്പെടുത്തി കർദ്ദിനാൾ സംഘം വിപുലീകരിച്ചു. 1542 ഇറ്റലിയിലെ തെന്ത്രോസ് എന്ന സ്ഥലത്ത് ഒരു സുനകദോസ് കൂടുവാൻ തീരുമാനിക്കുകയും 1545 ഡിസംബർ 13 ആരംഭിച്ച സുനകദോസ് 3 ഭാഗങ്ങളായി അഥവാ 3 ഘട്ടങ്ങളായി 1563 ഡിസംബറിലാണ് അവസാനിച്ചത്. ഈ സുനകദോസിൻ്റെ തീരുമാനങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രൊട്ടസ്റ്റന്റുകാർ ചോദ്യം ചെയ്ത വിശ്വാസ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഈ സുനകദോസ് സമഗ്രമായ ചർച്ചയ്ക്കും പഠനത്തിനും വിധേയമാക്കി സഭയുടെ യഥാർത്ഥമായ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. സഭയുടെ ഔദ്യോഗിക പഠനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വേദോപദേശം പ്രസിദ്ധപ്പെടുത്തുക, വൈദിക പരിശീലനത്തിന് സെമിനാരികൾ ആരംഭിക്കുക, വിശുദ്ധ ഗ്രന്ഥം, സഭാപിതാക്കന്മാരുടെ പ്രബോധനങ്ങൾ, സന്മാർഗ ശാസ്ത്രം മുതലായ വിശദമായ പഠനത്തിനും ഗവേഷണങ്ങൾക്കും വിധേയമാക്കുക,
ഇവയെല്ലാം തെന്ത്രോസ് സുനകദോസിൻ്റെ തീരുമാനങ്ങളായിരുന്നു. വൈദികരുടെ ബ്രഹ്മചര്യത്തെക്കുറിച്ച് സുനകദോസ് ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. വൈദിക പഠനത്തിനായി റോമിൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയും പല കോളേജുകളും സ്ഥാപിച്ചു. സഭാ ഭരണത്തിനായി റോമിൽ തിരുസംഘങ്ങൾ സ്ഥാപിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിലെ കാനൂനിക ഗ്രന്ഥങ്ങൾ പഴയ നിയമത്തിൽ 46 പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണെന്ന് ആദ്യമായി നിശ്ചയിച്ചത് ഈ സുനകദോസ് ആയിരുന്നു. അൽമായർക്ക് സഭയിലുള്ള ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും വ്യക്തതയുണ്ടായി. രാജാക്കന്മാർ സഭാഭരണത്തിൽ ഇടപെടുന്നതിന് സുനകദോസ് വിമർശിക്കുകയും സഭയിലെ നിരവധി അഴിമതികൾക്ക് വിരാമമിടാൻ കൗൺസിലിന് സാധിക്കുകയും ചെയ്തു. വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾക്ക് പ്രൊട്ടസ്റ്റന്റ് വിപ്ലവം ഉണ്ടാക്കിയ അവ്യക്തത ഒരു പരിധിവരെ പരിഹരിക്കാൻ ശ്രമിച്ചു എന്ന് വേണം കരുതാൻ. തെന്ത്രോസ് സുനകദോസിൻ്റെ വിജയം ശാശ്വത ഫലം ഉളവാക്കുന്നതായിരുന്നു. ഇനി നമ്മൾ കാണുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ്. 1789 ആരംഭിച്ച് 1799 അവസാനിച്ച ഫ്രഞ്ച് വിപ്ലവം സഭാചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ട്. ലോകത്തെ തന്നെ ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു സംഭവമാണ് ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിലൂടെ സഭയ്ക്ക് ഫ്രാൻസിലെ ശക്തി കുറഞ്ഞു വരികയും സഭ മറ്റ് ഒരു ദേശീയ ബോധം ഫ്രാൻസിൽ രൂപപ്പെട്ടതുകൊണ്ട് സഭാപരമായ കാര്യങ്ങൾക്ക് ജനങ്ങളുടെ നിന്ന് അകൽച്ചയും സഭാധികാരം കുറഞ്ഞു വരികയും ചെയ്തു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടം സഭ വളരെ ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം കൂടിയാണ്. ഇനി നമ്മൾ കാണുന്നത് പാപ്പാ സ്ഥാനവും ലിബറലിസവും. 19-ാം നൂറ്റാണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ പകുതിയുടെ സഭാചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു. നവോത്ഥാന ആശയങ്ങൾ വിശ്വാസ സത്യങ്ങളെ കാറ്റിൽ പറത്തിയപ്പോൾ പുരോഗമനപരമായ ആശയങ്ങളെ മനസ്സിലാക്കാതെ വന്ന സഭാ നേതൃത്വവും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. സഭയും പുരോഗമന പ്രസ്ഥാനവും തമ്മിൽ വലിയൊരു അകൽച്ച രൂപപ്പെട്ടപ്പോൾ രാഷ്ട്രീയ ഭരണാധികാരികളുടെ സഭാഭരണത്തിലുള്ള ഇടപെടലുകൾ കുറഞ്ഞു വന്നു. സഭ കുറച്ചുകൂടി സ്വതന്ത്രമായപ്പോൾ വിശ്വാസ സത്യങ്ങൾ ഉയർത്തിക്കാട്ടാൻ സാധിച്ചു. ഈ കാലഘട്ടത്തിലെ ഇറ്റലിയുടെ ഏകീകരണം, റോമൻ പ്രശ്നം, മാതാവിൻ്റെ അമലോത്ഭവ പ്രഖ്യാപനം, തെറ്റുകളുടെ പട്ടിക, 1-ാം വത്തിക്കാൻ സുനകദോസ്, മാർപ്പാപ്പയുടെ അപ്രമാദിത്യ പ്രഖ്യാപനം എന്നിവ ഈ കാലഘട്ടത്തിലെ പ്രധാന സംഭവങ്ങളാണ്. ഇതിൽ ഇറ്റലിയുടെ ഏകീകരണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ കാലഘട്ടത്തിൽ സഭയെ ദീർഘകാലം ഭരിച്ച മാർപ്പാപ്പയാണ് 9-ാം പിയൂസ് മാർപ്പാപ്പ. ഇറ്റലിയെ ഏകീകൃത ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുവാൻ സ്വദേശ സ്നേഹികളായ ഒരുപാട് നേതാക്കന്മാർ മുന്നോട്ട് വന്നു. എന്നാൽ റോമും പേപ്പൽ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടിരുന്ന ഭാഗങ്ങൾ ഭരിച്ച മാർപ്പാപ്പയും ദേശീയ പ്രസ്ഥാനത്തിന് തയ്യാറായില്ല. 1848 പാരീസിൽ ആരംഭിച്ച് കാട്ടുതീ പോലെ യൂറോപ്പിൽ മുഴുവൻ പടർന്നു പിടിച്ച ഒരു വിപ്ലവമായിരുന്നു പാരീസ് വിപ്ലവം. വിവിധ ഇറ്റാലിയൻ ഭരണാധികാരികൾ ഭരണഘടനകൾ തയ്യാറാക്കാൻ നിർബന്ധിക്കപ്പെട്ടു. 9-ാം പിയൂസ് മാർപ്പാപ്പ നൽകിയ ഭരണഘടന ജനങ്ങൾ നിരസിച്ചു. വീണ്ടും വിവിധ യുദ്ധങ്ങളുണ്ടായി. തീവ്ര നിലപാടുള്ള മസീനിയുടെ നേതൃത്വത്തിൽ റോം കീഴടക്കുകയും മാർപ്പാപ്പ റോമിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്തു. അധികം താമസിയാതെ വിപ്ലവ പട്ടാളത്തെ ഫ്രഞ്ച് സേന നേരിട്ട് തോൽപ്പിച്ചു. മാർപ്പാപ്പ വീണ്ടും രംഗത്ത് വന്നു. പിന്നീട് നിരവധി യുദ്ധങ്ങൾ ഉണ്ടാവുകയും ഇറ്റലിയുടെ വിവിധ ഭാഗങ്ങളിലെ ഏകീകരണം പൂർത്തിയായതോടെ വിക്ടർ ഇമ്മാനുവേൽ ഇറ്റലിയുടെ രാജാവായി. 1870 ഉണ്ടായ യുദ്ധം റോമും മറ്റു പ്രദേശങ്ങളും കീഴടക്കി ഇറ്റലി ഏക രാഷ്ട്രമായി മാറി. അടുത്തതായി നമ്മൾ കാണുന്നത് റോമൻ പ്രശ്നം എന്നുള്ള വിഷയത്തെ പറ്റിയാണ്. വിക്ടർ ഇമ്മാനുവേൽ 1870 റോമ പിടിച്ചടക്കി ഇറ്റലിയുമായി സംയോജിപ്പിച്ചതോടുകൂടി റോമൻ പ്രശ്നം ആരംഭിച്ചു. റോമ നഷ്ടപ്പെട്ട മാർപ്പാപ്പ സ്വയം തടവുകാരനായി വത്തിക്കാനിൽ താമസിച്ചു. ഒരു രാഷ്ട്രീയ പരമാധികാരി എന്ന പദവി കൂടി അലങ്കരിച്ചിരുന്ന മാർപ്പാപ്പയ്ക്ക് ഒരു സാധാരണ പൗരനെ പോലെ ജീവിക്കാൻ വിസമ്മതിച്ചു. 1870 നവംബർ മാസത്തിൽ ഇറ്റാലിയൻ ഗവൺമെൻറ് ലോ ഓഫ് ഗ്യാരണ്ടീസ് എന്ന ഉടമ്പടി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചു. ഇത് മാർപ്പാപ്പയുമായിട്ടുള്ള ഇറ്റലി എന്ന രാജ്യത്തിൻ്റെ ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ഇതിൽ പറയപ്പെട്ടിരുന്നു.
ഈ റോമൻ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടത് 20-ാം നൂറ്റാണ്ടിലെ വത്തിക്കാൻ രാജ്യത്തിൻ്റെ പിറവിയോടുകൂടിയാണ്. അമലോത്ഭവ സത്യപ്രഖ്യാപനം 1854 ഡിസംബർ 8 ഇൻ എഫബിലിസ് ദേവൂസ് എന്ന ചാക്രിയ ലേഖനം വഴി മാതാവിൻ്റെ അമലോത്ഭവം 9-ാം പിയൂസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. ആ സമയത്ത് പ്രസ്തുത പ്രഖ്യാപനത്തിന് വേണ്ടത്ര പ്രാധാന്യം ചരിത്രകാരന്മാർ നൽകിയില്ല. ഒരു സാധാരണ നിലയിലുള്ള സത്യപ്രഖ്യാപനമായിട്ടേ എല്ലാവരും അതിനെ കണക്കാക്കിയുള്ളൂ. മെത്രന്മാരെല്ലാവരെയും പ്രസ്തുത സത്യപ്രഖ്യാപനത്തിനായി റോമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. അവരിൽ നിന്നെല്ലാം തിരുത്തലുകളും മറ്റു നിർദ്ദേശങ്ങളും സ്വീകരിച്ചു. എങ്കിലും സത്യപ്രഖ്യാപനം നടത്തിയത് എല്ലാ മെത്രന്മാരുടെയും പേരിലല്ലായിരുന്നു. പകരം മാർപ്പാപ്പയുടെ ഔദ്യോഗിക അധികാരം എക്സ് കത്തീഡ്ര ഉപയോഗിച്ചായിരുന്നു. മാർപ്പാപ്പ സഭാ അധ്യക്ഷൻ എന്ന നിലയിൽ വിശ്വാസത്തെയോ സന്മാർഗത്തെയോ സംബന്ധിക്കുന്ന സംഗതികൾ വിശ്വാസ സത്യമായി പ്രഖ്യാപിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ പാരമ്പര്യത്തിനും വിശുദ്ധ ലിഖിതങ്ങൾക്കും ചേർന്ന വിധം ഔദ്യോഗികമായി നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിന് അപ്രമാദിത്വമുണ്ടെന്ന്, അതായത് തെറ്റാവരമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിനുശേഷം നമ്മൾ കാണുന്നത് തെറ്റുകളുടെ പട്ടികയുടെ പ്രസിദ്ധീകരണമാണ്. പാപ്പാധികാരത്തിൻ്റെ വ്യാപ്തി അമലോത്ഭവ പ്രഖ്യാപന രീതിയിൽ തന്നെ കാണാൻ സാധിക്കുമെങ്കിലും അതിൻ്റെ പൂർണ്ണ രൂപം മനസ്സിലാക്കാൻ സാധിക്കുന്നത് 9-ാം പിയൂസ് മാർപ്പാപ്പ ഖ്വാന്ത ഖൂര എന്ന ചാക്രിയ ലേഖനത്തോടനുബന്ധിച്ച് 80 പ്രസ്താവനകൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇതിനെ തെറ്റുകളുടെ പട്ടിക എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു സിലബസ് ലിസ്റ്റായിട്ടാണ് പ്രസിദ്ധീകരിച്ചെങ്കിലും കാലാന്തരത്തിൽ അത് തനിച്ചെടുത്ത് പലരും ചർച്ച ചെയ്യാൻ തുടങ്ങി. ഇത് സഭയിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചു. 1-ാം വത്തിക്കാൻ കൗൺസിലും മാർപ്പാപ്പയുടെ അപ്രമാദിത്വവും അമലോത്ഭവ സത്യപ്രഖ്യാപനത്തിനും തെറ്റുകളുടെ പട്ടികയുടെ പ്രസിദ്ധീകരണത്തിനും ശേഷം സഭാ അന്തരീക്ഷം പ്രശ്ന സങ്കീർണമായി തീർന്നുവെന്ന് നാം കണ്ടു. സഭയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും സഭാ അധികാരത്തിനെതിരെയും ചോദ്യശരങ്ങൾ ഉയർന്നു വന്നു. ഇത്തരമൊരു സന്ദർഭത്തിലാണ് 1869 ഡിസംബർ 8 9-ാം പിയൂസ് മാർപ്പാപ്പ 1-ാം വത്തിക്കാൻ കൗൺസിൽ ഉദ്ഘാടനം ചെയ്തത്. 700-ൽ പരം മെത്രാന്മാർ ഈ കൗൺസിലിൽ സംബന്ധിച്ചു. ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് മാത്രമായി 120 മെത്രാന്മാരെത്തി. ഈ കൗൺസിലിൽ വെച്ച് മാർപ്പാപ്പയുടെ അപ്രമാദിത്വം ഇൻഫാലിബിലിറ്റി നിർവഹിച്ചത് ഇപ്രകാരമാണ്: ആകയാൽ ആരംഭം മുതൽക്കേ നമുക്ക് ലഭിച്ചിരിക്കുന്ന പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മഹത്വത്തിനും കത്തോലിക്ക സഭയുടെ ഉന്നമനത്തിനും ക്രിസ്ത്യാനികളുടെ നിത്യരക്ഷയ്ക്കും വേണ്ടി സുനകദോസിൻ്റെ അംഗീകാരത്തോടെ ദൈവനിവേശിതമായ സത്യം നാം പഠിപ്പിക്കുകയും നിർവഹിക്കുകയും ചെയ്യുന്നു. റോമ മാർപ്പാപ്പയുടെ ഔദ്യോഗികമായി എക്സ് കത്തീഡ്ര, അതായത് അപ്പസ്തോലിക അധികാരത്തിൽ ഇടയൻ, ഗുരു എന്നീ നിലയിൽ എല്ലാ ക്രൈസ്തവരെയും സാർവത്രിക സഭ സ്വീകരിക്കേണ്ടതായ സന്മാർഗത്തെയോ വിശ്വാസത്തെയോ സംബന്ധിക്കുന്ന തത്വങ്ങൾ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ പത്രോസ് വഴി വാഗ്ദാനം ചെയ്യപ്പെട്ട ദൈവാനുഗ്രഹം വഴി വിശ്വാസത്തെയോ സന്മാർഗത്തെയോ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ കത്തോലിക്ക സഭ നൽകിയിരിക്കുന്ന അധികാരം മാർപ്പാപ്പയ്ക്ക് ലഭിക്കുന്നു. വിശ്വാസത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും പഠിപ്പിക്കുമ്പോൾ മാർപ്പാപ്പയ്ക്ക് തെറ്റ് പറ്റില്ല എന്നതാണ് അപ്രമാദിത്വം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനുശേഷം ലോക ചരിത്രത്തിൽ തന്നെ സംഭവിച്ച മഹായുദ്ധങ്ങൾ, സാമൂഹികമായ ഒരുപാട് മാറ്റങ്ങൾ സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും സംഭവിക്കുന്നതായി നമുക്ക് കാണാം. സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും ആവിർഭാവം രാഷ്ട്രീയമായ പല മാറ്റങ്ങൾക്കും വഴിതെളിച്ചു. 1-ാം ലോകമഹായുദ്ധം, അതായത് 1914 മുതൽ 18 വരെ, അതിനുശേഷം അന്നുവരെ ഉണ്ടായിരുന്ന ചില രാജ്യങ്ങൾ നശിച്ചു, ചില പുതിയ രാജ്യങ്ങൾ ഉദയം കൊണ്ടു. ഓരോ രാജ്യത്തും തദ്ദേശീയ മെത്രാന്മാരും വൈദികരും ഉണ്ടായിരിക്കണമെന്ന നിർബന്ധം ചില രാഷ്ട്രങ്ങൾ പ്രകടിപ്പിച്ചു. വിദ്യാഭ്യാസം, പ്രസിദ്ധീകരണം, സംഘടനാ സ്വാതന്ത്ര്യം എന്നീ മണ്ഡലങ്ങൾ രാഷ്ട്രീയ നിയന്ത്രണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. നിരവധി പ്രതിസന്ധികളുടെ മധ്യേ വിവിധ രാഷ്ട്രങ്ങളുമായി ഒരു ധാരണയിലെത്തുവാൻ റോം അവലംബിച്ച മാർഗമാണ് കോൺകോർഡാത്ത് അഥവാ കരാറുകൾ. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ലാറ്ററൻ ഉടമ്പടിയെക്കുറിച്ചാണ്. ഇക്കാലത്ത് പാശ്ചാത്യ സഭയുടെ ചരിത്രത്തിലെ സുപ്രധാന സംഭവമാണ് 1929 റോമൻ പ്രശ്ന പരിഹാരമായിരുന്നു.
അതുവഴി 1870 മുതൽ 59 കൊല്ലത്തേക്ക് നീണ്ടുനിന്ന ഒരു പ്രതിസന്ധി അവസാനിച്ചു. ഇറ്റലിയുടെ ഏകീകരണത്തോടെ ഇറ്റലി ഒരു പരമാധികാര രാഷ്ട്രമാണെന്ന വസ്തുത സഭാ നേതൃത്വം അംഗീകരിക്കാൻ സന്നദ്ധത കാണിച്ചു. ഇതിനായി 1926 മുതൽ അനൗദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചു. മാർപ്പാപ്പയുടെ പ്രതിനിധിയായി ഫ്രാൻസിസ്കോ പച്ചേലിയും ഇറ്റലിയെ പ്രതിനിധീകരിച്ച് ഡൊമിനിക്കോ ബരോണും ഒത്തുതീർപ്പ് സംഭാഷണങ്ങൾ തുടങ്ങി. ചില പ്രാഥമിക വ്യവസ്ഥകൾ പ്രാരംഭമായി തന്നെ അംഗീകരിക്കപ്പെട്ടു. ഇറ്റലി മാർപ്പാപ്പയുടെ പരമാധികാരം അംഗീകരിക്കുകയും ഒരു ചെറിയ സ്ഥലം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയും വേണം. ഫ്രാൻസ്, ഓസ്ട്രിയ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വത്തിക്കാന് എതിരെയുണ്ടാകാവുന്ന അതിക്രമങ്ങളെ ഇറ്റലി എതിർക്കണമെന്ന് മാർപ്പാപ്പ ആവശ്യപ്പെടുകയില്ല. റോമൻ പ്രശ്നം പരിഹാരമുണ്ടാകുന്നതോടൊപ്പം ഇറ്റാലിയൻ സഭയെക്കുറിച്ചും ഒരു ഉടമ്പടിക്ക് രൂപം നൽകണം. കത്തോലിക്ക രാഷ്ട്രമായ ഇറ്റലിയുടെ നിയമങ്ങൾ വിവാഹം തുടങ്ങിയ കാര്യങ്ങളിൽ കാനൻ നിയമം അനുസരിച്ചുള്ളതായിരിക്കണം. 1929 ഫെബ്രുവരി 11 സഖ്യത്തിലും ഉടമ്പടിയിലും അങ്ങനെ ഒപ്പുവയ്ക്കപ്പെട്ടു. അങ്ങനെ 108 ഏക്കർ വിസ്താരമുള്ള വത്തിക്കാൻ എന്ന ഒരു പരമാധികാര രാഷ്ട്രം 108 ഏക്കർ വിസ്താരമുള്ള വത്തിക്കാൻ ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ നിലയിലേക്ക് ഉയർന്നു. ഒരു രാജ്യത്തനമുള്ള അവകാശ അധികാരങ്ങളെല്ലാം മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരിക്കും. ലോകത്തിലെ ഏത് രാഷ്ട്രത്തോടും അദ്ദേഹത്തിന് നയതന്ത്ര ബന്ധം പുലർത്താവുന്നതാണ്. 11-ാം പിയൂസ് മാർപ്പാപ്പയുടെ കാലത്താണ് ഇങ്ങനെയൊരു ഉടമ്പടി ഉണ്ടായത്. അങ്ങനെ വത്തിക്കാൻ രാജ്യം നിലവിൽ വന്നു. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായി മാർപ്പാപ്പയുടെ വത്തിക്കാൻ രാജ്യം അറിയപ്പെടുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മാർപ്പാപ്പമാരുടെ ചരിത്രത്തെ പറ്റിയാണ്. യേശു ക്രിസ്തു തൻ്റെ സഭയെ സ്ഥാപിച്ചത് 12 അപ്പോസ്തലന്മാരാകുന്ന അടിത്തറമേലാണ്. അപ്പോസ്തല ഗണത്തിൻ്റെ തലവൻ വിശുദ്ധ പത്രോസ് ആയിരുന്നു. മത്തായിയുടെ സുവിശേഷം 16 അധ്യായം, ലൂക്കായുടെ സുവിശേഷം 22, യോഹന്നാൻ്റെ സുവിശേഷം 21 നമ്മൾ വിശദമായി ഇത് കാണുന്നുണ്ട്. പത്രോസിൻ്റെ പിൻഗാമിയായ റോമിലെ മെത്രാനായ മാർപ്പാപ്പ സാർവത്രിക സഭ മുഴുവൻ്റെയും തലവനാണെന്ന് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തെ പലരും ചോദ്യം ചെയ്യാറുണ്ട്. പല അകത്തോലിക്ക സഭാവിഭാഗങ്ങളും പത്രോസിൻ്റെ പിൻഗാമിയായ മാർപ്പാപ്പയെ അംഗീകരിക്കുന്നില്ല. എന്നാൽ മാർപ്പാപ്പയ്ക്ക് സാർവത്രിക സഭയുടെ നേതൃസ്ഥാനമുണ്ടെന്ന് ബൈബിളും സഭയുടെ വിശുദ്ധ പാരമ്പര്യവും പഠിപ്പിക്കുന്നുണ്ട്. പത്രോസ് ആകുന്ന പാറമേൽ തൻ്റെ സഭയെ സ്ഥാപിക്കുമെന്ന് യേശു അരുളി ചെയ്തു. വിശുദ്ധമായി എഴുതിയ സുവിശേഷം 16 അധ്യായം 18 വാക്യം. അധികാര ചിഹ്നമായ താക്കോൽ നൽകുന്നതിനെക്കുറിച്ചും യേശു ഈ പത്രോസിനോട് പറയുന്നു. സുവിശേഷങ്ങളിലെ അപ്പോസ്തലന്മാരുടെ പേര് വിവര പട്ടികയിൽ എപ്പോഴും 1-ാം സ്ഥാനം പത്രോസിനാണ്. ഈശോ ഉദ്ധാനം ചെയ്ത വാർത്ത പത്രോസിനെ പ്രത്യേകമായി അറിയിക്കുന്നുണ്ട്. പത്രോസിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ യേശു പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സുവിശേഷ ഭാഗം നമുക്ക് കാണാം. 3 വട്ടം ആവർത്തിച്ച് സഭയുടെ തലവനായ പത്രോസിനെ യേശു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിയമിക്കുന്നുണ്ട്. യൂദാസിന് പകരം മത്തിയാസിനെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ തിരഞ്ഞെടുക്കുമ്പോൾ നേതൃത്വം നൽകുന്നതും അനനിയാസിനും സഫീറായ്ക്കുമെതിരെ വിധി പറഞ്ഞതും ജെറുസലേം കൗൺസിലിൽ തീരുമാനം പ്രഖ്യാപിക്കുന്നതും വിശുദ്ധ പത്രോസിൻ്റെ പ്രാമുഖ്യത്തിൻ്റെ തെളിവാണ്. 12 അപ്പോസ്തലന്മാരുടെ നേതൃസ്ഥാനം പത്രോസിനായിരുന്നു എന്ന് ഈ വചനഭാവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. സഭാപിതാക്കന്മാരെല്ലാം വിശുദ്ധ പത്രോസിൻ്റെ പ്രാമുഖ്യത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ദീർഘമായി പ്രതിപാദിക്കുന്നുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ വിവിധ ദേശങ്ങളിലെ പ്രതിസന്ധികൾക്ക് തീർപ്പ് കൽപ്പിച്ചിരുന്നത് റോമിലെ മെത്രാനായിരുന്നു. ഉദാഹരണമായി കോറിന്തിലെ സഭയിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ അത് പരിഹരിച്ചത് ക്ലെമൻറ്റ് മാർപ്പാപ്പയുടെ നിർദ്ദേശാനുസൃതമായിരുന്നു. പത്രോസിൻ്റെ സിംഹാസനമായ റോമിലെ മെത്രാൻ ആഗോള സഭയുടെ തലവനാണെന്ന വിശ്വാസം സഭയുടെ ആരംഭകാലം മുതലെയുള്ള ചിന്തയായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. ആദിമസഭയിൽ 5 പാത്രിയാർക്കീസ്മാരുണ്ടായിരുന്നു. റോം, ജെറുസലേം, അന്ത്യോക്യ, അലക്സാണ്ട്രിയ, കോൺസ്റ്റാന്റിനോപ്പിൾ എന്നിവിടങ്ങളിലായിരുന്നു അവരുടെ ആസ്ഥാനം. തുല്യരിൽ പ്രധാനി, ദ ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്ന സ്ഥാനമാണ് ഇക്കാലത്ത് റോമിനുണ്ടായിരുന്നത്. സഭയ്ക്ക് റോമാ സാമ്രാജ്യത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം റോമിലെ മെത്രാൻ ആഗോള സഭയുടെ അധിപനാണെന്ന് തെയോഡീഷ്യസ് രണ്ടാമനും വലന്റീൻ മൂന്നാമൻ ചക്രവർത്തിമാരും പ്രഖ്യാപിച്ചതും റോമിൻ്റെ പ്രാധാന്യം അരക്കെട്ട് ഉറപ്പിച്ചു. പിതാവ് എന്ന അർത്ഥമുള്ള പാപ്പ എന്ന ലത്തീൻ പദത്തിൽ നിന്നാണ് പോപ്പ് എന്ന ഇംഗ്ലീഷ് പദം ഉത്ഭവിച്ചത്.
അഭിവന്ദ്യ പിതാക്കന്മാരെ സൂചിപ്പിക്കുന്ന ആദരവിൻ്റെ വിശേഷണമായ മാർ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം പരിശുദ്ധമായത് എന്നാണ്. തന്മൂലം മാർപ്പാപ്പ എന്ന പദത്തിന് പരിശുദ്ധ പിതാവ് എന്നാണ് വാച്യാർത്ഥം. മാർപ്പാപ്പമാരുടെ ഭരണകാലത്തെ പൊതുവെ 3 തിരിക്കാറുണ്ട്. ഒന്ന്, പത്രോസിൻ്റെ കാലം. പത്രോസിൻ്റെ കാലം മുതൽ മിലിത്തിയാദസ് പാപ്പായുടെ കാലം വരെയാണ് ആദ്യഘട്ടം. ക്രൂരമായ മതമർദ്ദനത്തിൻ്റെയും പീഡാനുഭവങ്ങളുടെയും കാലമായിരുന്നു ഇത്. ഈ കാലഘട്ടത്തിലെ ബഹുഭൂരിപക്ഷം പാപ്പന്മാരും രക്തസാക്ഷിത്വം വരിച്ചവരാണ്. പാപ്പാസ്ഥാനം പൂർണ്ണമായി ആത്മീയ മേഖലയിൽ ഒതുങ്ങി നിന്ന ഒരു കാലഘട്ടമായിരുന്നു ഒന്നാമത്തെ കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് സിൽവസ്റ്റർ ഒന്നാമൻ പാപ്പയുടെ കാലം മുതൽ 1870 വരെയുള്ള കാലഘട്ടമാണ് രണ്ടാമത്തെ കാലഘട്ടം. ആത്മീയ അധികാരവും ഭൗതിക അധികാരവും മാർപ്പാപ്പമാരിൽ നിക്ഷിപ്തമായിരുന്ന കാലഘട്ടമാണിത്. പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ മുടിചൂട മന്നനായി മാർപ്പാപ്പ ഭരണം നടത്തി. ചക്രവർത്തിമാരെ കിരീടം ധരിപ്പിച്ച് വാഴിക്കുന്നത് മാർപ്പാപ്പമായിരുന്നു. മാർപ്പാപ്പയുടെ അപ്രമാദിത്വവരത്തെക്കുറിച്ചുള്ള 1869 പ്രഖ്യാപനം ഈ കാലഘട്ടത്തിലെ ചിന്താഗതിയുടെ ഉച്ചസ്ഥായിയിലായിരുന്നു. മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് 1870 ശേഷം മാർപ്പാപ്പയുടെ രാഷ്ട്രീയ അധികാരങ്ങൾ 108 ഏക്കർ മാത്രം വിസ്തീർണമുള്ള വത്തിക്കാൻ എന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രത്തിൽ മാത്രമായി. എന്നാൽ പാപ്പായുടെ ആത്മീയ അധികാരം ആഗോള സഭയിലുടനീളം പൂർവാധികം ശക്തമായി തീർന്നത് ഈ കാലഘട്ടത്തിൻ്റെ സവിശേഷതയാണ്. ലോകത്തിന് മനസാക്ഷിയായി ധാർമ്മികതയുടെ ശക്തമായ ശബ്ദമായി റോമിലെ മാർപ്പാപ്പയുടെ സ്ഥാനം മുഴങ്ങുന്നു. ഇനി നമ്മൾക്ക് എപ്രകാരമാണ് മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. 80 വയസ്സിൽ താഴെ പ്രായമുള്ള കർദിനാളന്മാരുടെ തിരുസംഘമാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. 1559 ആണ്ട് മുതൽ കർദിനാൾ സംഘത്തിലെ അംഗങ്ങൾക്ക് മാത്രമേ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളൂ. നിലവിലുള്ള മാർപ്പാപ്പയുടെ മരണശേഷം 10 ദിവസത്തിനുള്ളിൽ കർദിനാൾ തിരുസംഘം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനായി ഒരുമിച്ച് കൂടണം. രഹസ്യ സ്വഭാവമുള്ള ഈ സമ്മേളനം കോൺക്ലേവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 1492 മുതൽ റോമിലെ പ്രസിദ്ധമായ സിസ്റ്റീൻ ചാപ്പലിലാണ് കോൺക്ലേവ് നടന്നു വരുന്നത്. മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രക്രിയകളെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ഒന്ന്, കർദിനാൾ സംഘത്തിലെ തലവനാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾക്ക് നേതൃത്വം വഹിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ആരംഭമായി കർദിനാളന്മാർ ധ്യാനനിരതരായി 2 വിചിന്തനങ്ങൾ ശ്രവിക്കുകയും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ സമൂഹ ബലി അർപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് കോൺക്ലേവിൽ പ്രവേശിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്കും സംശയ നിവാരണങ്ങൾക്കും ശേഷം നടക്കുന്ന രഹസ്യ ബാലറ്റിലൂടെ 3/2 ഭൂരിപക്ഷം ലഭിക്കുന്ന കർദിനാളിനെയാണ് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കുന്നത്. 3/2 ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ തെരഞ്ഞെടുപ്പ് ആവർത്തിക്കുന്നു. ഓരോ വോട്ടെണ്ണലിനും ശേഷം 3/2 ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ചിമ്മിനിയിലൂടെ കറുത്ത പുകയും, 3/2 ഭൂരിപക്ഷം ലഭിച്ച മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വെളുത്ത പുകയും പുറത്തുവിടുന്നു. കർദിനാൾ സംഘത്തിൽ പെടാത്തവരെയും മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി താൻ പട്ടം സ്വീകരിച്ചിട്ട് ഇല്ലാത്ത ആളാണെങ്കിൽ അദ്ദേഹത്തിന് മെത്രാൻ പട്ടം നൽകിയ ശേഷമാണ് മാർപ്പാപ്പയായിട്ട് പ്രഖ്യാപിക്കുന്നത്. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ ക്രിസ്തുവിൻ്റെ പാദാന്തികത്തോളം നീളുന്ന ഒരു ചരിത്രം മാർപ്പാപ്പമാർക്കുണ്ട്. കത്തോലിക്ക സഭയിൽ ശ്ലൈഹിക പാരമ്പര്യം ഇടമുറിയാതെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ലോകത്തെ മറ്റേതൊരു സഭാസമൂഹത്തിൽ നിന്നും പരിശുദ്ധ കത്തോലിക്ക സഭയെ വേറിട്ട് നിർത്തുന്നത് ഈ സഭയിൽ പരിശുദ്ധ മാർപ്പാപ്പമാരിലൂടെ അനുസ്യൂതം പരിരക്ഷിക്കപ്പെട്ട ശ്ലൈഹിക പാരമ്പര്യമാണ്. അങ്ങനെ ഒന്നാമത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ് മുതൽ 266 മാർപ്പാപ്പയായ ഫ്രാൻസിസ് വരെയുള്ള ചരിത്രമാണ് കത്തോലിക്ക സഭയ്ക്ക് ഉള്ളത്. സഭയുടെ സമകാലിക യുഗം, കണ്ടംപററി പീരീഡാണ് നമ്മളിനി കാണാൻ പോകുന്നത്. സഭയുടെ സമകാലിക യുഗത്തിൻ്റെ ആരംഭം 2ാം വത്തിക്കാൻ കൗൺസിലോട് കൂടിയാണ്. സഭാചരിത്രത്തിൽ 2ാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പ് 20 സാർവത്രിക സുനകദോസുകൾ നടന്നിട്ടുണ്ട്. സഭയുടെ വിശ്വാസ സത്യങ്ങളെയും പഠനങ്ങളെയും രൂപീകരിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് സാർവത്രിക സുനകദോസുകളാണ്.
സഭയെ നിരന്തരമായി നയിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ പ്രേരിതരായി മെത്രാന്മാരുടെ കൂട്ടായ്മയിൽ മാർപ്പാപ്പ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ എന്ന നിലയിൽ സാർവത്രിക സുനകദോസുകളുടെ പഠനങ്ങൾ ദൈവശാസ്ത്രനാമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നാളിതുവരെ 21 സാർവത്രിക സുനകദോസുകളാണ് സഭയിൽ നടന്നിട്ടുള്ളത്. ഒന്നാം നിക്യ സുനകദോസ്, ഒന്നാം കോൺസ്റ്റാന്റിനോപ്പിൾ സുനകദോസ്, ഒന്നാം എഫേസുസ് സുനകദോസ്, ഒന്നാം കൽക്കദോനിയ സുനകദോസ്, രണ്ടാം കോൺസ്റ്റാന്റിനോപ്പിൾ സുനകദോസ്, മൂന്നാം കോൺസ്റ്റാന്റിനോപ്പിൾ സുനകദോസ്, രണ്ടാം നിക്യ സുനകദോസ്, നാലാം കോൺസ്റ്റാന്റിനോപ്പിൾ സുനകദോസ്, ഒന്നാം ലാറ്ററൻ സുനകദോസ്, രണ്ടാം ലാറ്ററൻ സുനകദോസ്, മൂന്നാം ലാറ്ററൻ സുനകദോസ്, നാലാം ലാറ്ററൻ സുനകദോസ്, ഒന്നാം ലിയോൺസ് സുനകദോസ്, രണ്ടാം ലിയോൺസ് സുനകദോസ്, വിയന്ന സുനകദോസ്, കോൺസ്റ്റാൻസ് സുനകദോസ്, ബേസിൽ സുനകദോസ്, അഞ്ചാം ലാറ്ററൻ സുനകദോസ്, തെന്ത്രോസ് സുനകദോസ്, ഒന്നാം വത്തിക്കാൻ സുനകദോസ്, രണ്ടാം വത്തിക്കാൻ സുനകദോസ്. ഇങ്ങനെ 21 സുനകദോസുകളാണ് സാർവത്രിക സഭയിൽ നടന്നിട്ടുള്ളത്. ഒന്നാം വത്തിക്കാൻ കൗൺസിൽ വരെ നടന്ന മിക്ക സുനകദോസുകളുടെ ലക്ഷ്യം ഏതെങ്കിലും ഒരു അബദ്ധ സിദ്ധാന്തത്തെ ശപിക്കുകയോ, അതായത് പാഷണ്ഡതകളെ കുറിച്ച് ഉള്ള ചർച്ചയോ ഒരു പുതിയ വിശ്വാസ സത്യം പ്രഖ്യാപിക്കുകയോ ആയിരുന്നു. എന്നാൽ കത്തോലിക്ക സഭയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് സഭയിൽ നവീകരണത്തിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ട സുനകദോസ് ആയിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. 1962 1965 ഇടയിൽ വത്തിക്കാനിൽ നടന്ന ബിഷപ്പുമാരുടെ 4 സമ്മേളനങ്ങളാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതെങ്കിലും ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടി എന്നതിൽ ഉപരി നിരവധി കാരണങ്ങൾക്ക് വേണ്ടിയാണ് കൗൺസിൽ വിളിച്ചു ചേർത്തത്. ജോൺ 23 മാർപ്പാപ്പയുടെ കാലത്ത് 1962 ഒക്ടോബർ 11 മുതൽ ഡിസംബർ 8 വരെ ആദ്യത്തെ സെഷൻ നടന്നു. ജോൺ 23 മാർപ്പാപ്പയുടെ മരണത്തിന് ശേഷം പോള 6 മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ 1963 സെപ്റ്റംബർ 29 മുതൽ ഡിസംബർ 4 വരെ രണ്ടാമത്തെ സെഷൻ നടന്നു. 1964 സെപ്റ്റംബർ 14 മുതൽ നവംബർ 21 വരെയായിരുന്നു മൂന്നാമത്തെ സെഷൻ. 1965 സെപ്റ്റംബർ 14 മുതൽ ഡിസംബർ 8 വരെയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ 4ാമത്തെയും അവസാനത്തെയും സെഷൻ നടന്നത്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിലെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ലക്ഷ്യങ്ങൾ പ്രധാനമായും വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആധ്യാത്മികമായ ഉണർവ് സാധ്യമാക്കുക, സഭയെ നവീകരിക്കുക, സഭയെ ആധുനികരിക്കുക എന്നതായിരുന്നു. ആധുനിക ലോകത്തിൻ്റെ ആവശ്യാനുസൃതം സഭാശാസ്ത്രത്തെ വളർത്തുക, വിവിധ സഭകൾ തമ്മിലുള്ള ഐക്യം സ്ഥാപിക്കുക എന്നിവയൊക്കെയായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ലക്ഷ്യം. സഭാചരിത്രത്തിൽ ഏറ്റവും അധികം മെത്രാന്മാർ പങ്കെടുത്ത കൗൺസിൽ. ഒന്നാം സമ്മേളനത്തിൽ തന്നെ 2540 മെത്രാന്മാർ സന്നിഹിതരായിരുന്നു. അകത്തോലിക്ക സഭാപ്രതിനിധികൾ നിരീക്ഷകരും അതിഥികളുമായി എത്തിയ ഒരു കൗൺസിലായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. സ്ത്രീ പുരുഷന്മാർ ശ്രോതാക്കളായി എത്തിയ കൗൺസിൽ തുടങ്ങി പല പ്രത്യേകതകളും രണ്ടാം വത്തിക്കാൻ കൗൺസിലുമുണ്ട്. ആകെ 16 പ്രമാണ രേഖകളാണ് കൗൺസിൽ രൂപപ്പെടുത്തിയത്. കൗൺസിൽ പാസാക്കിയ പ്രമാണങ്ങളിൽ 4 കോൺസ്റ്റിറ്റ്യൂഷനുകളും 9 ഡിക്രികളും 3 പ്രഖ്യാപനങ്ങളും അടക്കം 16 പ്രമാണരേഖകൾ കൗൺസിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കോൺസ്റ്റിറ്റ്യൂഷനുകൾ: 1 തിരുസഭ, ലൂമൻ ജൻഷ്യം, ദൈവാവിഷ്കരണം, ദൈവവർബം, ലിറ്റർജി, സാക്രോസാന്തും കോൺചീലിയം. 4 സഭ ആധുനിക ലോകത്തിൽ, ഗൗഡിയം എറ്റ് സ്പേസ്. ഡിക്രികൾ: ആകെ 9 ഡിക്രികളാണ് ഉണ്ടായിരുന്നത്. പൗരസ്ത്യ സഭകൾ, മെത്രാന്മാർ, വൈദികർ, വൈദിക പരിശീലനം, സന്യാസ ജീവിതം, അൽമായ പ്രേക്ഷിതത്വം, പ്രേക്ഷിത പ്രവർത്തനം, എക്യുമെനിസം, സാമൂഹ്യ മാധ്യമങ്ങൾ എന്നിവയായിരുന്നു. പ്രഖ്യാപനങ്ങൾ 3 മതസ്വാതന്ത്ര്യം, വിദ്യാഭ്യാസം, അക്രൈസ്തവ മതങ്ങൾ. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സഭാസംഭവം എന്ന് വിശേഷിക്കപ്പെടുമാറ് സഭാജീവിതത്തിൻ്റെ സകല മാനങ്ങളെയും സമസ്ത മേഖലയും ആഴമായി സ്പർശിച്ച
ഒരു സുനകദോസായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ആരാധനപരമായ കാര്യങ്ങൾ അന്നുവരെ തുടർന്ന രീതികൾ മാറി. പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കൈവന്നു. അൽമായ പങ്കാളിത്തം വർദ്ധിച്ചു. രൂപതാ തലത്തിൽ രൂപതാ പാസ്റ്ററൽ കൗൺസിൽ, ഇടവക തലത്തിൽ പാരിഷ് കൗൺസിൽ എന്നിവ രൂപം കൊണ്ടു. വിവിധ രാജ്യങ്ങളിലെ ബിഷപ്പ് കോൺഫറൻസുകൾ രൂപം കൊണ്ടു. ആത്മീയ നവീകരണ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. സഭയുടെ ഐക്യത്തിന് പുതിയ പാതകൾ തുറന്നു. മറ്റു മതങ്ങളോടുള്ള സമീപനത്തിന് മാറ്റങ്ങൾ വന്നു തുടങ്ങി. വൈദിക സന്യാസ പരിശീലന പ്രക്രിയയിൽ പുതിയ ശൈലികൾ കടന്നു വന്നു. പ്രേക്ഷിത പ്രവർത്തനത്തിലുള്ള ആഭിമുഖ്യം വർദ്ധിച്ചു. സഭകളുടെ കൂട്ടായ്മയാണെന്ന ഒരു പുതിയ ബോധ്യത്തിലേക്ക് രണ്ടാം കൗൺസിൽ കടന്നു വന്നു. ഇതുമൂലം പൗരസ്ത്യ സഭകൾക്ക് തിരുസഭയിൽ ഏറെ പ്രാധാന്യമുണ്ടെന്ന് കൗൺസിൽ ഊന്നിപ്പറഞ്ഞു. ഉറവിടങ്ങളിലേക്ക് മടങ്ങിപ്പോകാനും അതിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാനും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളിലൊന്നായിരുന്നു. ഇങ്ങനെ നിരവധി സംഭാവനകൾ നൽകിയ ഒരു സഭാചരിത്ര കൗൺസിലായിരുന്നു രണ്ടാം വത്തിക്കാൻ കൗൺസിൽ. ഇങ്ങനെ സഭാചരിത്രത്തെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ രണ്ടായി തിരിച്ചു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മുമ്പും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷവും. സമകാലിക യുഗത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം സഭയെ നയിച്ചത് 5 മാർപ്പാപ്പമാരായി. 1 പോൾ 6 മാർപ്പാപ്പ, ജോൺ പോൾ 1 മാർപ്പാപ്പ, ജോൺ പോൾ 2 മാർപ്പാപ്പ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ. പോൾ 6 മാർപ്പാപ്പ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് മധ്യേ തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയാണ് പോൾ 6 മാർപ്പാപ്പ. 1963 ജൂണിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉടൻ കാനൻ നിയമ സംഹിതയുടെയും രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെയും പരിഷ്കരണ തീരുമാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചു. കൗൺസിലിൻ്റെ അവസാനത്തെ 3 സെഷനുകളുടെ മേൽനോട്ടം വഹിക്കുന്നതിന് പുറമെ കൗൺസിൽ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിനും മറ്റ് അജപാലന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ലോകമെമ്പാടുമുള്ള ബിഷപ്പുമാരുടെ ഒരു സിനഡ് പോൾ 6 മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. 400 വർഷം പഴക്കമുള്ള റോമൻ മിസൽ മാറ്റി പുതിയ മിസൽ കൊണ്ടുവന്നു. റോമൻ കുരിയായിൽ ഭരണപരമായ പല കാര്യങ്ങൾക്കും മാറ്റങ്ങൾ കൊണ്ടുവന്നു. മെത്രാന്മാർ 75-ാമത്തെ വയസ്സിൽ വിരമിക്കൽ കത്ത് നൽകാനും 80 വയസ്സിന് മുകളിലുള്ള കർദിനാൾമാർക്ക് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ള പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു. ആധുനിക ലോകത്തെ ആഗോള മാർപ്പാപ്പയായി പോൾ 6 മാർപ്പാപ്പ അറിയപ്പെട്ടു. 5 ഭൂഖണ്ഡങ്ങളിലും സന്ദർശിച്ച അദ്ദേഹം വിശുദ്ധ പത്രോസിന് ശേഷം വിശുദ്ധ നാട് സന്ദർശിച്ച ആദ്യ മാർപ്പാപ്പയായി. 1965 ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കുകയും ചെയ്തു. സഭയുടെ നിലപാടുകൾ തൻ്റെ ചാക്രികലങ്ങളിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തി. 1967 പ്രസിദ്ധീകരിച്ച പോപ്പുലോറും പ്രോഗ്രസിയോ, 1968 പ്രസിദ്ധീകരിച്ച ഹ്യൂമാനെ വീത, 1978 പ്രസിദ്ധീകരിച്ച ഇവഞ്ചിനി ന്യൂൻഷ്യാന്തി തുടങ്ങിയ ചക്രീയ ലേഖനങ്ങൾ ഇതിൽ പ്രമുഖമാണ്. ദരിദ്ര രാജ്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ സമ്പത്ത് പുനർവിതരണം ചെയ്യണമെന്ന് സാമ്പത്തികമായ വലിയ രാജ്യങ്ങളോട് അദ്ദേഹം തൻ്റെ അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. 1978 ഓഗസ്റ്റ് 6 അദ്ദേഹം കാലം ചെയ്തു. ജോൺ പോൾ 1 മാർപ്പാപ്പ, ചിരിക്കുന്ന പാപ്പ, സ്മൈലിംഗ് പോപ്പ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 1978 തൻ്റെ സ്ഥാനാരോഹണത്തിന് ശേഷം കേവലം 33 ദിവസം മാത്രമാണ് അദ്ദേഹം ജീവിച്ചത്. ചരിത്രത്തിൽ ആദ്യം തന്നെ 2 പേരുകൾ ഒരുമിച്ചെടുത്ത മാർപ്പാപ്പയായിരുന്നു ജോൺ പോൾ 1 മാർപ്പാപ്പ. തൻ്റെ പിൻഗാമികളായ 2 മാർപ്പാപ്പയുടെ പേരുകളാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് 1978 ഈ ലോകത്തു നിന്ന് അദ്ദേഹം വിടവാങ്ങി. സഭയുടെ സമകാലിക ചരിത്രത്തിൽ 3 മാർപ്പാപ്പമാർ ഉണ്ടായിരുന്ന ഒരു വർഷമാണ് 1978. ജോൺ പോൾ 2 മാർപ്പാപ്പ. 3-ാം സഹസ്രാബ്ദത്തിലേക്ക് കടന്ന കത്തോലിക്ക സഭയെ 26 വർഷവും 7 മാസവും നയിച്ച മാർപ്പാപ്പയാണ് ജോൺ പോൾ 2. ആദ്യ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസിനും 9-ാം പിയൂസ് മാർപ്പാപ്പയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ കാലം സഭയെ നയിച്ച മാർപ്പാപ്പയാണ് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ. ഇറ്റലിക്ക് പുറത്ത് കമ്മ്യൂണിസ്റ്റ് ആദ്യമുള്ള ഒരു രാഷ്ട്രത്തിൽ നിന്നുള്ള മാർപ്പാപ്പയായിരുന്നു. സഭയുടെ 132 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മാർപ്പാപ്പയായി
58-ാമത്തെ വയസ്സിൽ കർദിനാൾ കരോൾ വോയ്റ്റവ ജോൺ പോൾ രണ്ടാമൻ എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് സഭയുടെ 264-ാമത്തെ മാർപ്പാപ്പയായി 1978 തിരഞ്ഞെടുക്കപ്പെട്ടു. മിഷണറി പോപ്പ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. 150ഓളം വ്യത്യസ്ത രാജ്യങ്ങളിൽ 80-ലധികം ഇടയ സന്ദർശനങ്ങൾ അദ്ദേഹം നടത്തി. 1986 അദ്ദേഹം ഇന്ത്യയിലും സന്ദർശനം നടത്തി. കിഴക്കൻ യൂറോപ്പിലെ സോവിയറ്റ് ആധിപത്യത്തിൻ്റെ അധപതനത്തിന് വഴിതെളിച്ചത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നയതന്ത്രവും സ്വാധീനമായിരുന്നു. ലോക സഞ്ചാരി എന്നറിയപ്പെട്ട മാർപ്പാപ്പ യുവാക്കളുടെ പ്രിയങ്കരനായിരുന്നു. വേൾഡ് യൂത്ത് ഡേ, 3 വർഷത്തിലൊരിക്കൽ നടത്തപ്പെടുന്ന വേൾഡ് മീറ്റിംഗ് ഓഫ് ഫാമിലീസ്, ഇയർ ഓഫ് ദ റോസറി, പ്രകാശത്തിൻ്റെ ജപമാല രഹസ്യങ്ങൾ എന്നിങ്ങനെ നിരവധി സംഭാവനകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. സഭയെ കൃത്യമായും വ്യക്തമായും വിശ്വാസം പഠിപ്പിച്ച അദ്ദേഹം 14 ചാക്രിക ലേഖനങ്ങളും നിരവധി അപ്പസ്തോലിക പ്രബോധനങ്ങളും കത്തുകളും പ്രസിദ്ധീകരിച്ചു. 1992 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകി. കരുണയുടെയും ക്ഷമയും കുറിച്ച് പഠിപ്പിക്കുക മാത്രമല്ല, 1981 തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ച തുർക്കി പൗരൻ മെഹമ്മദ് അലി അഖയോട് ക്ഷമിക്കുകയും ചെയ്തത് ലോക ചരിത്രത്തിൽ തന്നെ വലിയൊരു സംഭവമായിരുന്നു. ജൂബിലി വർഷമായ 2000 മാർച്ചിൽ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ തടിച്ചുകൂടിയ ആയിരങ്ങളുടെ മുമ്പിൽ സഭ ചരിത്രത്തിലുടനീളം സഭയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾക്ക് ക്ഷമ ചോദിച്ചപ്പോൾ ലോക ചരിത്രത്തിന് മുമ്പിൽ വീണ്ടും അദ്ദേഹം സ്ഥാനം പിടിച്ചു. സഭാ ഐക്യത്തിനു വേണ്ടി എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പൗരസ്ത്യ സഭകളെ വളർത്തുകയും ലോക സമാധാനത്തിനായി 2 തവണ അദ്ദേഹം പ്രധാന ലോക മത നേതാക്കളെ അസീസിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. മറ്റു മതങ്ങളുമായിട്ടുള്ള ബന്ധം, ദരിദ്രർക്ക് വേണ്ടിയുള്ള പക്ഷം പിടിക്കൽ അദ്ദേഹത്തെ സഭയ്ക്കുള്ളിലും ലോകത്തിലും പ്രിയങ്കരനാക്കി തീർത്തു. തൻ്റെ ഭരണകാലത്ത് 482 വിശുദ്ധരെയും 1327 വാഴ്ത്തപ്പെട്ടവരെയും നാമകരണം ചെയ്തു. 2005 ഏപ്രിൽ 2 ദിവംഗതനായി. 10 വർഷം തികയുന്നതിന് മുമ്പ് വിശുദ്ധ പദവിയിലേക്ക് 2014 ഉയർത്തപ്പെടുകയും ചെയ്തു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പിൻഗാമിയായി കത്തോലിക്ക സഭയുടെ 265-ാമത്തെ മാർപ്പാപ്പയായി ജർമ്മനിയിൽ നിന്നുള്ള കർദിനാൾ റാറ്റ്സിംഗർ ബെനഡിക്റ്റ് 16 എന്ന പേരിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായി. ഏറ്റവും പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായിരുന്നു കർദിനാൾ റാറ്റ്സിംഗർ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അടുത്ത സഹായിയായിരുന്ന കർദിനാൾ റാറ്റ്സിംഗർ ജർമ്മനിയിലെ വിവിധ സർവകലാശാലകളിലെ അധ്യാപകൻ, 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഉപദേശകൻ, മ്യൂണിക് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ്, വിശ്വാസ തിരുസംഘത്തിൻ്റെ തലവൻ, കർദിനാൾ സംഘത്തിൻ്റെ ഡീൻ തുടങ്ങിയ പദവികൾ വഹിച്ചു. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ അടിസ്ഥാന ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് തിരിച്ചു വരുവാൻ അദ്ദേഹം സഭയെ ഉദ്ബോധിപ്പിച്ചു. പ്രായാധിക്യം മൂലം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധിക്കാത്തതിനാൽ 2013 സ്ഥാനമൊഴിഞ്ഞു. 2022 ഡിസംബർ 31 95-ാമത്തെ വയസ്സിൽ അദ്ദേഹം കാലം ചെയ്തു. സമകാലിക സഭയുടെ ചരിത്രത്തിൽ ഇപ്പോൾ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ അർജന്റീനയിലെ ബ്യൂണസ് ഐറസിലെ ആർച്ച് ബിഷപ്പായിരുന്നു മരിയോ ബെർഗോള 2013 ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ പിൻഗാമിയായി തീർന്നു. തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായ അദ്ദേഹം ഫ്രാൻസിസ് അസിസിയുടെ ബഹുമാനാർത്ഥം ഫ്രാൻസിസ് എന്ന പേര് തിരഞ്ഞെടുത്തു. ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം സ്വാധീനമുള്ള വ്യക്തികൾ ഒരാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. സാധാരണക്കാരോടും പാവപ്പെട്ടവരോടും അടുത്ത് ഇടപഴകാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം ലോകത്തിനു മുമ്പിൽ ഏറ്റവും വലിയ ക്രിസ്തീയ സാക്ഷ്യമാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന പാപ്പാം 2019 ചരിത്രത്തിൽ ആദ്യമായി ഗൾഫ് രാജ്യം സന്ദർശിക്കുന്ന മാർപ്പാപ്പയായി. സഭയുടെ ഭരണത്തിൽ നിരവധി മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. സഭയുടെ ആധ്യാത്മിക നവീകരണത്തിനും ദരിദ്രരോടുള്ള പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കാനും മാർപ്പാപ്പ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഇതുവരെ 3 ചാക്രിക ലേഖനങ്ങളും നിരവധി അപ്പസ്തോലിക പ്രബോധനങ്ങളും കത്തുകളും പ്രസിദ്ധീകരിച്ചു. ആധുനിക ലോകത്തിലെ സഭയുടെ ശബ്ദവും ക്രിസ്തുവിൻ്റെ മുഖവുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയെ നയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതുവരെ നമ്മൾ സഭയുടെ ചരിത്രങ്ങളിലൂടെ കടന്നു പോകുകയായിരുന്നു. സഭയ്ക്ക് ഒരു നീണ്ട ചരിത്രമുണ്ട്. അത് 4 എപ്പിസോഡുകളിലൊന്നും തീരുന്നതല്ല.
ഈ എപ്പിസോഡുകൾ എല്ലാം പല വിഷയങ്ങളും ഉൾപ്പെടുത്താനും സാധിച്ചിട്ടില്ല. കൂടുതൽ പഠനങ്ങൾക്കും വായനകൾക്കും വിഷയമാക്കിയെങ്കിൽ മാത്രമേ സഭയുടെ ചരിത്രം പൂർണ്ണമായി നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ. ഓരോ രാജ്യത്തിലും ഓരോ വിഷയങ്ങളും അനുസരിച്ച് സഭാചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. തിരുസഭാ ചരിത്രത്തിൻ്റെ പ്രധാന സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഈ ക്ലാസ്സുകളിൽ പ്രതിപാദിച്ചത്. ഇതിൽ ഉൾപ്പെട്ടതും കൂടുതൽ ഉൾപ്പെടാനും പറ്റിയ വിഷയങ്ങൾ ഇനിയും നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. സഭ മനുഷ്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ മനുഷ്യ ചരിത്രത്തെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ് സഭയുടെ ചരിത്രമെന്ന് പറയുന്നത്. മാനുഷികവും ദൈവികവുമായ വശങ്ങൾ സഭയ്ക്കുണ്ട്. സഭ പാപികളായ മനുഷ്യരാൽ നയിക്കപ്പെടുമ്പോഴും അവൾ തന്നെ പാപരഹിതയാണ്. ഇതൊന്നും പരസ്പര വിരുദ്ധങ്ങളല്ല. സഭയുടെ രഹസ്യങ്ങളെക്കുറിച്ചുള്ള അവബോധത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ദൃശ്യമായ ചരിത്രത്തെ പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ. ചരിത്ര പഠനത്തിൻ്റെ ലക്ഷ്യം കഴിഞ്ഞകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വർത്തമാനകാലത്തെ അർത്ഥവത്താക്കുകയും ഭാവിയെ കരുപിടിപ്പിക്കുകയുമാണല്ലോ. സഭാചരിത്ര പഠനം സഭയുടെ ചരിത്രത്തിലെ നന്മകളെ കാണുവാനും തെറ്റായ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനും നമ്മൾക്ക് പരിശ്രമിക്കണം. തിരുസഭയുടെ ഈ ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ചരിത്രമാണ്. തിരുസഭയുടെ ചരിത്ര പഠനത്തിലൂടെ മാത്രമേ നമുക്ക് തിരുസഭയെ കൂടുതൽ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ തിരുസഭയുടെ പഠനം ഒരു പൂർണ്ണമായ പഠനമല്ല. അതുകൊണ്ട് വീണ്ടുമുള്ള പഠനങ്ങളിലൂടെയും വായനകളിലൂടെയും തിരുസഭയുടെ ചരിത്രത്തെപ്പറ്റി കൂടുതൽ വായിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിക്കുമല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.